ഇതേതാ വെള്ളച്ചാട്ടം മനസ്സിലായോ? നമ്മുടെ കട്ടിക്കയം വാട്ടർഫോൾസ്. ഇല്ലിക്കക്കല്ലിന് കയറുന്നതിന് തൊട്ട് താഴെ ഇടത്തോട്ടൊരു വഴിയുണ്ട്. ആ വഴി കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഡെസ്റ്റിനേഷനിലെത്താം. നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ. ഇത് നമ്മൾ ഇറങ്ങി ചെല്ലണതിന് മുമ്പുള്ള സ്പോട്ടാണ്. നമ്മൾ കയറി ചെല്ലുന്ന ആ സ്പോട്ടാണ്. ഇച്ചിരി അങ്ങോട്ട് ഇറങ്ങി ചെല്ലണം. ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ വെള്ളച്ചാട്ടം, ഇച്ചിരി താഴെയായിട്ട്. റൈറ്റ് സൈഡിലേക്ക് പാറക്കെട്ടൊക്കെയാണ്. നമുക്കിതിലൂടെ ഇച്ചിരി അങ്ങ് ഇറങ്ങിപ്പോകാനുണ്ട്. ഇറങ്ങിപ്പോകാൻ വലിയ ബുദ്ധിമുട്ടില്ല, പക്ഷെ തിരിച്ച് കയറി വരാനാണ് പാട്. അപ്പോൾ നമുക്ക് ഇവിടെ നടന്ന് പോവാം. നമ്മൾ ഇച്ചിരി താഴെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നോക്കിയാൽ ജസ്റ്റ് നമുക്ക് വാട്ടർഫോൾസിൻ്റെ മേൽഭാഗം ഇച്ചിരി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർഫോൾസ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നല്ല പച്ച വെള്ളമാണ്. വെള്ളം കണ്ടാൽ ഇപ്പം തന്നെ എടുത്ത് ചാടാൻ തോന്നും, പക്ഷേ എടുത്ത് ചാടരുത്. നിറയെ അപകട മരണം ഉണ്ടായ സ്ഥലമാണ്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ ഒന്ന് ചാടി താഴത്തോട്ട് വലിവുണ്ടെന്ന് പറഞ്ഞു. പുള്ളി പേടിച്ച് പെട്ടെന്ന് കയറി. ഇവിടെ ഗൈഡ്സ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കുക. സേഫായിട്ട് തിരിച്ച് കയറുക. കാണാൻ നല്ല അടിപൊളി സ്ഥലമാണ്. ഞങ്ങളൊരു 5:30 സമയത്താണ് വന്നത്. വരുന്നവർ ഇച്ചിരി നേരത്തെ വരാൻ നോക്കുക. ഇരുട്ടായി കഴിഞ്ഞാൽ തിരിച്ച് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. തിരിച്ച് കയറുമ്പോൾ തന്നെ മുകളിൽ ഒരു ചേച്ചിയുടെ കടയുണ്ട്. ഒത്തിരി വൈകിട്ടുണ്ടെങ്കിൽ കടയുണ്ടാവില്ല, നേരത്തെ ചെല്ലണം. പിന്നെ തൊടുപുഴയിൽ നിന്ന് ജസ്റ്റ് 29 കിലോമീറ്റേഴ്സ് ഇങ്ങോട്ടുള്ളൂ. അപ്പോൾ വാഗമണ്ണ്, തൊടുപുഴയൊക്കെ വിസിറ്റ് ചെയ്യുന്നവർ ജസ്റ്റ് നമ്മുടെ ഇലവിഴ, പൂഞ്ചിറ, ഇല്ലിക്കക്കല്ല്, കട്ടിക്കയം, ഈ 3 ഡെസ്റ്റിനേഷനാണ് അവിടെ ഉള്ളത്. പിന്നെ തൊടുപുഴ അറിയാലോ, എല്ലാം ഓൾ ഇൻ ഓളാണ്. ഒത്തിരി സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരാം. ഞാൻ ഇച്ചിരി ഷോ ഒക്കെ ഇറക്കിയിട്ടുണ്ട്. കണ്ടോ. അപ്പോൾ വരാൻ ആഗ്രഹിക്കുന്നവർ മസ്റ്റായിട്ട് വരിക. സേഫായിട്ട് തിരിച്ചു പോവുക. നമുക്ക് തന്നെ സുരക്ഷിതത്വം ഉറപ്പാക്കുക. കൂടെയുള്ളവരെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.